ഹായ് നമസ്കാരം. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്ന ആഗ്രഹമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ലോൺ എടുത്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ലോൺ ഓൾറെഡി ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഗ്രാമീണ ബാങ്കിൽ പോയി സംസാരിച്ചു ഇതുപോലെ ലോണിൻ്റെ കാര്യം. അതായത് പ്രധാനമന്ത്രിയുടെ സ്കീമിലാണ് നമുക്ക് ലോൺ തരുന്നത്. ഓക്കെ, തരാമെന്ന് പറഞ്ഞു. വ്യവസായ വകുപ്പിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും എന്നോട് പറഞ്ഞത് ഗ്രാമീണ ബാങ്കിലോ അല്ലെങ്കിൽ SBIയിലോ പോയി സംസാരിക്കുക എന്നുള്ളതാണ്. SBIയിൽ കുറേ ഇഷ്യൂസ് പറഞ്ഞു. ഏറ്റവും ബെറ്റർ ഗ്രാമീണ ബാങ്കിൽ പോവുക എന്നുള്ളതാണ്. അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിലുള്ള ഗ്രാമീണ ബാങ്കിൽ ഞാൻ പോയി സംസാരിച്ചു. അങ്ങനെ അവിടുന്ന് മാനേജർ പറഞ്ഞു തരാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള ഡോക്യുമെന്റ്സോ കാര്യങ്ങളൊന്നും വേണ്ട. ഡോക്യുമെന്റ്സ് എന്ന് ഉദ്ദേശിച്ചത് മോർട്ട്ഗേജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഈട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ സാറിന് റീജിയണൽ ഓഫീസിൽ നിന്ന് അതിൻ്റെ അപ്രൂവൽ വേണം. അതുകൊണ്ട് നമ്മൾ മോർട്ട്ഗേജ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ പ്രോജക്റ്റിന്റെ കോസ്റ്റ് വരുന്നത് 10 രൂപയ്ക്ക് മുകളിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആധാരം കൊണ്ട് ബാങ്കിൽ കാണിച്ച് സാർ അതൊക്കെ ഓക്കെ ആയി. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൊസിഷൻ എടുക്കണം, അതുപോലെ തന്നെ ലൊക്കേഷൻ സ്കെച്ച് എടുക്കണം, അതെല്ലാം ബാങ്കിൻ്റെ പേരിൽ എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ഗ്രാമീണ ബാങ്കിൻ്റെ പേരിൽ ഇതൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരമടച്ച ഡോക്യുമെൻറ്റ്സും മറ്റു കാര്യങ്ങളും, അതുകൂടാതെ തന്നെ EC എക്യുംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. 30 വർഷത്തെ EC എടുക്കണം എന്ന് പറഞ്ഞു. അത് നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് ഏകദേശം 280-310 രൂപ എന്തോ ചിലവായി. അത് ഞാൻ പോയി എടുത്തു, 30 വർഷത്തേക്കുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്ത് ബാങ്കിൽ കൊണ്ട് കൊടുത്തതിന് ശേഷം എന്നോട് സാറ് പറഞ്ഞത് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ വക്കീലിന് കൈമാറുകയാണ്. അങ്ങനെ ഗ്രാമീണ ബാങ്കിലെ മാനേജർ അവരുടെ ബാങ്കിന്റെ വക്കീലിന് അത് കൈമാറുകയും, അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൊസിഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ലൊക്കേഷൻ സ്കെച്ച്, അതിനുശേഷം EC 30 വർഷത്തെ, പിന്നെ നമ്മളുടെ വീടിന്റെ മുന്നാധാരം, നിലവിൽ നമ്മളുടെ ആധാരം കൂടാതെ നമ്മളുടെ മുന്നാധാരം വേണമായിരുന്നു. അത്രയും കാര്യങ്ങൾ കൊണ്ട് കൊടുത്തു. അപ്പോൾ മുന്നാധാരത്തിന്റെ കോപ്പി മതി, നമ്മളുടെ നിലവിലുള്ള ആധാരത്തിന്റെ ഒറിജിനലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതൊക്കെ അക്ഷയയിൽ പോയി എടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ ഞാൻ തന്നെ വീട്ടിലിരുന്ന് നമ്മളുടെ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുകയായിരുന്നു ചെയ്തത്. എല്ലാം വളരെ എളുപ്പമാണ്. അതായത് വില്ലേജിൽ കൊടുക്കാനുള്ള, അതായത് നമുക്ക് വില്ലേജിൽ നിന്ന് കിട്ടാനുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് കിട്ടാനുള്ള ECയുടെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എല്ലാം ഞാൻ ഓൺലൈൻ വഴി ഞാൻ തന്നെ അപേക്ഷ കൊടുക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ട് കൊടുത്തു. അങ്ങനെ കൊണ്ട് കൊടുത്തതിന് ശേഷം സാറ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓമലൂരിൽ തന്നെ സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയിൽ നമ്മൾ പണ്ടൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഇഷ്യൂസ് പറഞ്ഞു, അത് ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞു. അത് ഈ ഒരു ECയിൽ കാണിക്കുന്നുണ്ട്. അത് എന്തൊക്കെയോ കുറച്ച് ഇഷ്യൂസ് അതിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2-3 ദിവസം കൊണ്ട് സോൾവ് ചെയ്തു. അങ്ങനെ അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴാണ് ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഇഷ്യൂ വന്നത്. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയിട്ട് അതിനുള്ള അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ കൊടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ കാര്യങ്ങൾ ക്ലിയർ ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ലോൺ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. അതിൽ വില്ലേജിൽ പോയിട്ട് ലൊക്കേഷൻ സ്കെച്ച് എടുക്കാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ സ്ഥലങ്ങളിലെല്ലാം ഈ പറഞ്ഞ ഡിജിറ്റൽ സർവേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ സർവേ കഴിഞ്ഞപ്പോഴത്തേക്കിനും പലരുടെയും സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ലാൻഡ് ടാക്സ് അടയ്ക്കാൻ പോകുമ്പോഴേ അറിയത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ലാൻഡ് ടാക്സ് നമ്മൾ ഓൾറെഡി അടച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം 31 കഴിഞ്ഞിട്ട് April 1 തൊട്ടാണല്ലോ അടുത്ത ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അന്നേരം നമ്മൾ അടയ്ക്കാൻ ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ ഇഷ്യൂസൊക്കെ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഈ പ്രാവശ്യം തന്നെ പോയി അടച്ചുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള ആളിൻ്റെ വസ്തുവും എൻ്റെ പേരിലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റേണ്ടതായിട്ട് വന്നു. അതിന് കുറച്ച് നമ്മൾ പണിപ്പെടേണ്ടതായിട്ട് വന്നിരുന്നു. അതുപോലെ തന്നെ അത് അളക്കാനൊക്കെ ആയിട്ട് ആളിനെ കൊണ്ടുവന്ന് അളന്ന് തിട്ടപ്പെടുത്തിയൊക്കെ വെരിഫൈ ചെയ്തതിനൊക്കെ ശേഷം മാത്രമാണ് അതെല്ലാം മാറ്റി തന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് അതിൻ്റെ പേരിൽ വേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ കരമടയ്ക്കാൻ പോകുമ്പോഴത്തേക്കിനും പുതിയ ഈ തണ്ടപ്പേര് നമ്പരും അതുപോലെ തന്നെ സബ് ഡിവിഷൻ നമ്പരും സർവേ നമ്പരും ഒക്കെ ആയിരിക്കും വരുന്നത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ സ്ഥലവും അതിന് ചുറ്റിനുമുള്ള കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പണി പാടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ഇപ്പോൾ ഡിജിറ്റലി ആയതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് എടുക്കാൻ ചെല്ലുമ്പോൾ പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ എല്ലാവരും പുതിയ ഫിനാൻഷ്യൽ ഇയർ വരുമ്പോഴത്തേക്കിനും April അല്ലെങ്കിൽ May June ആയിരിക്കും കരം അടയ്ക്കാൻ പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആവശ്യം വരുമ്പോഴായിരിക്കും നമ്മൾ കരം അടയ്ക്കാൻ പോകുന്നത്. അന്നേരം നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എൻ്റെ ഓട്ടവും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. ഏകദേശം 1.5 മാസം 2 മാസത്തിനടുത്ത് ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഓടിയെന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും ഒരു കാര്യം അപ്രൂവ് ആയി കിട്ടത്തില്ല.
അതായത് ഈസിക്ക് അപ്ലൈ ചെയ്താൽ കുറച്ച് ദിവസം എടുക്കും, പൊസിഷന് അപ്ലൈ ചെയ്താൽ കുറച്ച് ദിവസം എടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എനിക്കിപ്പോൾ ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം. ബൈ.